ഇറാൻ യുദ്ധം ഓഷാന ഞായർ സന്ദേശത്തിലൂടെ ട്രംപിനെ പരോക്ഷമായി വിമർശിച്ച് ലിയോ 14 മാർപ്പാപ്പ പി ചെറിയാൻ വത്തിക്കാൻ സിറ്റി യുദ്ധത്തെയും അക്രമത്തെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പയുടെ പാം സൺഡേ ഓഷാന ഞായർ സന്ദേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു മാസം പിന്നിടവെ സമാധാനത്തിനായി മാർപ്പാപ്പ നടത്തിയ പ്രാർത്ഥന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനും യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സറ്റിനും നേരെയുള്ള പരോക്ഷമായ താക്കീതായാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. യേശു സമാധാനത്തിന്റെ രാജ, അവൻ നിശിതമായി വിമർശിച്ചുകൊള്ളവ. യേശു അവൻ കുമാരി, ആ തരമാക്കുമാരി. അവൻ യുദ്ധത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. യുദ്ധത്തെ ന്യായീകരിക്കാൻ ആർക്കും യേശുവിനെ ഉപയോഗിക്കാൻ കഴിയില്ല. യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുന്നില്ല, മറിച്ച് അവൻ നിരസിക്കുന്നു. കത്തോലിക്കാ സഭയുടെ വിശുദ്ധവാദത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പ പറഞ്ഞു, മറ്റുള്ളവർ അക്രമത്തിന് പ്രേരിപ്പിക്കുമ്പോഴും യേശു സൗമ്യതയിൽ ഉറച്ചുനിന്നുവെന്നും വാളുകളും ദണ്ഡുകളും ഉയർത്തുന്നവർക്ക് മുന്നിൽ മനുഷ്യത്വത്തെ ആലിംഗനം ചെയ്യാൻ അവൻ തന്നെ സമർപ്പിച്ചുവെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. അക്രമത്തെ എപ്പോഴും തിരസ്കരിക്കുന്ന ദൈവത്തിന്റെ ശാന്തമായ മുഖമാണ് യേശു വെളിപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച പെന്റഗണിൽ നടന്ന ക്രിസ്തീയ ആരാധനയ്ക്കിടെ യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സറ്റ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്കുള്ള മറുപടിയായാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ കാണപ്പെടുന്നത്. ഇറാനും മറ്റു ശത്രുക്കൾക്കും എതിരെ അമിതമായ അക്രമമുണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു ഹെഗ്സറ്റിന്റെ പ്രസ്താവന. ഇതിന് വിപരീതമായി അക്രമത്തിന് ദൈവത്തിന്റെ പക്കൽ സ്ഥാനമില്ലെന്ന് മാർപ്പാപ്പ വക്ഷിക്കുന്നു. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അമേരിക്കൻ മാർപ്പാപ്പായ ലിയോ 14 മുൻപും ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളെയും നാടുകടത്തൽ പദ്ധതികളെയും പരസ്യമായി വിമർശിച്ചുണ്ട്. ബൈബിൾ വചനങ്ങളെ സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഭരണകൂടം വളച്ചൊടിക്കുന്നതിനെതിരെയും അദ്ദേഹം മുൻപ് രംഗത്തു വന്നിരുന്നു. അമേരിക്ക-ഇറാൻ യുദ്ധം രൂക്ഷമാക്കുന്ന സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ ഈ സമാധാന സന്ദേശം ലോകമെമ്പാടും താഴ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്.